ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിനും കോമ്പിനേഷൻ ആക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ അടിപൊളി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പൊട്ടറ്റോ മസാല നോക്കിയാലോ നമുക്കിന്ന്. അപ്പോൾ ആദ്യം തന്നെ റെസിപ്പിയിലെ മെയിൻ താരമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ ഏകദേശം ഒരു 4-5 എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 2 വിസിൽ വേവിച്ചെടുത്തതാണേ. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. അധികം വലിയ വലിപ്പവും വേണ്ട, നന്ന ചെറുതാവാനും പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഉരുളക്കിഴങ്ങ് അധികം ഉടഞ്ഞു പോകാതെ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് 2 വിസിൽ എന്ന് പറഞ്ഞത്. അത് നോക്കിയിട്ട് 2-3 വിസിൽ നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ആണ് കാണുന്നത്. തക്കാളി, ഉള്ളി, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മെയിനായിട്ട് കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. കുരുമുളകും പെരിഞ്ചീരകവും ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഉള്ളി ചേർത്ത് പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇനി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവയെല്ലാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയുടെ സെയിം അളവ് തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക. ഇനി തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരിത്തിരി ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ മാത്രമേ പൊട്ടറ്റോ കംപ്ലീറ്റ് ഈ ഒരു മസാലയിൽ കവറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് പാകത്തിന് ഉപ്പ് കൂടെ നോക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വല്ലാതെ അങ്ങോട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പം ഏകദേശം ഒരു 2 വിസിൽ, ഞാനിപ്പോൾ 2 വിസിലാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങ്. ഇനി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും പെരിഞ്ചീരകവും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറിനാണ് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇനി കറിവേപ്പില ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി ബെസ്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു മല്ലിച്ചപ്പ് കൂടെ വരുമ്പോഴാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയിലയും മസാലയും ഒക്കെ അങ്ങോട്ട് ചേരുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും പൊറോട്ടയ്ക്കായാലും അതുപോലെ ദോശയ്ക്കായാലും അങ്ങനെ എല്ലാത്തിനും കോമ്പിനേഷൻ ആക്കാൻ പറ്റിയ നല്ല അടിപൊളി പൊട്ടാറ്റോ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.